ഇവിടെ നമുക്ക് L1 ലെങ്ത് ഉള്ള ഒരു ലോങ് സോളിനോയിഡ് ഉണ്ട്. എന്നാൽ ഈ സോളിനോയിഡിനുള്ളിൽ L2 ലെങ്ത് ഉള്ള ഒരു ചെറിയ സോളിനോയിഡിനെ കോയാക്സിയലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ സോളിനോയിഡിന് ഉള്ളിലൂടെ I2 എന്ന് പറയുന്ന ഒരു ചേഞ്ചിങ് കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇത് മ്യൂച്വൽ ഇൻഡക്ഷൻ മുഖേന ലാർജർ സോളിനോയിഡിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യിക്കാൻ കാരണമാക്കുന്നു. ഇത്തരത്തിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ലാർജർ സോളിനോയിഡിന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ലാർജർ സോളിനോയിഡ് വിത്ത് റെസ്പെക്ട് ടു ദി സ്മാളർ സോളിനോയിഡ് ആണ് കാണാൻ പോകുന്നത്. ഇങ്ങനെയാണ് ലാർജർ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF കാണാനുള്ള ഇക്വേഷൻ വരുന്നത്. ഇവിടെ സ്മാളർ കോയിലിലെ ചേഞ്ചിങ് കറന്റ് ആണ് ലാർജർ കോയിലിൽ ഒരു EMF രൂപപ്പെടുത്തുന്നത്. ഇത് ഒരു കോൺസ്റ്റന്റ് ആയതിനാൽ നമുക്ക് ഡിഫറൻഷ്യലിന്റെ ഉള്ളിലേക്ക് അതിനെ എഴുതാൻ സാധിക്കും. ഫാരഡേസ് ലോ പറയുന്നത് ഏതൊരു കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFഉം നെഗറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് ഈക്വൽ ആയിരിക്കും എന്നാണ്. ആയതിനാൽ ഈ ക്വാണ്ടിറ്റി ഔട്ടർ സോളിനോയിഡിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സിനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. അതിനാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നു. ഔട്ടർ സോളിനോയിഡിലെ ഫ്ലക്സ് കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ വരുന്നത്. ചെറിയ കോയിലിലെ കറന്റ് കാരണം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ലാർജർ സോളിനോയിഡിലെ ഓരോ കോയിലിലൂടെയും ഫീൽഡ് ലൈൻസ് യൂണിഫോം ആയിട്ടല്ല കടന്നു പോകുന്നത് എന്ന് നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്നും മനസ്സിലാവും. ആയതിനാൽ നമുക്ക് ഇവിടെ ഫ്ലക്സ് കാൽക്കുലേഷൻ ഈസിയായി ചെയ്യാൻ സാധിക്കില്ല. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ലാർജർ കോയിൽ വിത്ത് റെസ്പെക്ട് ടു സ്മാളർ കോയിൽ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സ്മാളർ കോയിൽ വിത്ത് റെസ്പെക്ട് ടു ലാർജർ കോയിലിന് ഈക്വൽ ആയതിനാൽ സ്മാളർ കോയിലിലൂടെ കറന്റ് പാസ് ചെയ്യുന്നതിന് പകരം ലാർജർ കോയിലിലൂടെ കറന്റ് പാസ് ചെയ്താൽ നമുക്ക് സ്മാളർ കോയിൽ ഇരിക്കുന്ന റീജിയണിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാൽ നമുക്ക് സ്മോളർ കോയിലിലെ ഫ്ലക്സ് ഈസിയായി കാണാനും ശേഷം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനും സാധിക്കുന്നു. സ്മോളർ സോളിനോയിഡിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് N2B1 A2 എന്നാണ് വരുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാർജർ സോളിനോയിഡ് ആയതിനാലാണ് B1 എന്നെടുക്കുന്നത്. ഒരു ലോങ് സോളിനോയിഡിന് സെന്ററിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ μ0NI/L എന്നാണ്. ഇവിടെ ഈ ഫീൽഡ് ലാർജർ സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാൽ N1 I1 L1 എന്നിങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ലഭിക്കുന്നു. ഏത് രണ്ട് കോയിലിന്റെ കേസിലും M21 എപ്പോഴും M12ന് ഈക്വൽ ആയിരിക്കും.